ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത കളക്ഷൻ ഐറ്റം ആയിട്ടുള്ള ഡിക്ഷണറിയാണ്. ഓക്കെ, മറ്റ് പല പ്രോഗ്രാമിങ്ങിലും ഇല്ലാത്തൊരു കളക്ഷൻ ഐറ്റം ആണ് എന്ത് ഡിക്ഷണറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു ലിസ്റ്റ്, ടപ്പിള് ഒക്കെ എന്താണ് മറ്റുള്ള കളക്ഷൻ ഐറ്റംസ് ആണല്ലേ. അപ്പം അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ലിസ്റ്റും ടപ്പിളും ഒക്കെ എന്താണ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലേ, അതിലുള്ള എലമെൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഇൻഡെക്സ് നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള കളക്ഷൻ ഐറ്റംസ് ആണ് എന്ത് ലിസ്റ്റും ടപ്പിളും ഒക്കെ. പക്ഷെ ഡിക്ഷണറി എന്തല്ല, ഡിക്ഷണറി ഈസ് നോട്ട് ആൻ ഇൻഡെക്സ് ബേസ്ഡ് കളക്ഷൻ ഐറ്റം. ഡിക്ഷണറി ഈസ് ബേസ്ഡ് ഓൺ കീ വാല്യൂസ്. ഓക്കെ, കീ വാല്യൂ പെയറുകളായിട്ടാണ് എന്ത് ഡിക്ഷണറിയിൽ എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഡിക്ഷണറിയെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ലിസ്റ്റ് വീഡിയോയിൽ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നമുക്കൊന്ന് പറഞ്ഞു പോവാം. അത് ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് മാർക്സ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ 30 എങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണല്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. 30 സെപ്പറേറ്റഡ് ബൈ കോമേഴ്സ് ആണല്ലേ. 40 ദെൻ 50 ദെൻ 60 ഇങ്ങനെ എഴുതാം. അപ്പം ഇതിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു ലിസ്റ്റിനകത്ത്, ലിസ്റ്റ് എന്താണ്, ലിസ്റ്റ് മ്യൂട്ടബിൾ ആണല്ലേ. എന്താ മ്യൂട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നീട് ലിസ്റ്റിലോട്ട് എന്ത് ചെയ്യാം, എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അപ്പം എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിലോട്ട് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ മുന്നേ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റിലോട്ട് പിന്നീട് നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. അപ്പം ലിസ്റ്റ് എന്താണ്, മ്യൂട്ടബിൾ ആണ്, നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പക്ഷേ ഈ പറയുന്ന പോലെ ഡിക്ഷണറി എന്താണ്, മ്യൂട്ടബിൾ ആണ്. ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഇനി അപ്പം ഈ മാർക്സിലോട്ട് ഞാൻ എന്താണ് അപ്പൻഡ് യൂസ് ചെയ്തിട്ട് മാർക്സ് ഡോട്ട് അപ്പൻഡ് എന്നുള്ള ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, ഒരു എലമെൻറ്റ് ആഡ് ചെയ്യുവാണ്. 45 എന്നുള്ളൊരു എലമെൻറ്റ് ഞാൻ ആഡ് ചെയ്തു. ഇനി ഞാൻ ഈ മാർക്സ് ഒന്ന് പ്രിൻ്റ് ചെയ്യുവാണ്. ഓക്കെ, നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയാൽ ഓക്കെ, ഇവിടെ 2 കോമാസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇതേ കാര്യം ഞാൻ പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പോവാണ്, പ്രിൻ്റ് ഫംഗ്ഷനകത്ത് ഡയറക്റ്റ്ലി ഞാൻ എന്ത് ചെയ്യാണ്, മാർക്സ് ഡോട്ട് അപ്പൻഡ് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്കൊന്ന് ഔട്ട്പുട്ട് എടുത്ത് നോക്കാം. എന്നിട്ട് 90 ആഡ് ചെയ്തു. ഓക്കെ, ഔട്ട്പുട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. നേരത്തെ അതായത് മുകളിലത്തെ പ്രിൻറ്റിനുള്ള ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് താഴെ വേണമെങ്കിൽ ഇതങ്ങ് കളയാം, അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ ഔട്ട്പുട്ട് കിട്ടിയത്, നൺ അല്ലേ. നണ്ണെന്നാണല്ലേ കിട്ടിയത്. അതെന്തുകൊണ്ടാണ് നണ്ണെന്ന് കിട്ടിയേ? നമ്മൾ നോർമലി നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഇപ്പം എന്താണ്, ഇപ്പം നമ്മളൊരു ഇൻഡെക്സ് നമ്പർ വെച്ച് ആക്സസ് ചെയ്തിട്ട് നമ്മളിപ്പം മാർക്സ് എന്നുള്ള ലിസ്റ്റിലുള്ള ഇൻഡെക്സ് നമ്പർ വെച്ച് ആക്സസ് ചെയ്യുമ്പോഴൊക്കെ പ്രിൻറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്ത് പ്രിൻറ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നോർമലി പ്രിൻ്റ് ആവാറുണ്ടല്ലോ. ഇതെന്തുകൊണ്ടാണ് പ്രിൻ്റ് ആവാത്തത്? അതിനുള്ള ഡിഫറൻസ് ഞാൻ പറയാം. നേരത്തെ നമ്മൾ ചെയ്തത് എന്താ, ഇങ്ങനെയാണല്ലേ. അപ്പം ഈ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, അതൊരു വേരിയബിളിനെയാണല്ലേ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. അതേസമയം ഈ പ്രിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രിന്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ വേറൊരു ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത്. പ്രിന്റ് ഫംഗ്ഷനകത്ത് എന്താ, മാർക്സ് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പ്രിന്റ് ചെയ്യാൻ പറയുന്നത്, ഒരു ഫംഗ്ഷനെയാണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. മുകളിലായിട്ട് എന്താ പ്രിന്റ് ചെയ്യാൻ പറയുന്നത്, ഇത് ഒരു വേരിയബിളിനെയാണ് പ്രിന്റ് ചെയ്യുന്നത്. നമ്മൾ മാർക്സ് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അതിനെ എഡിറ്റ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മൾ ആ എഡിറ്റ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആ ഒരു വേരിയബിളിനെയാണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറയുന്നതോ മാർക്സ് ഡോട്ട് അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷനെയാണ് പ്രിന്റ് ചെയ്യാൻ പറയുന്നത്. സോ അതാണ് അതിലുള്ള ഡിഫറൻസ്. ഇവിടെ ഫംഗ്ഷനെ പ്രിന്റ് ചെയ്യാൻ പറയുന്നതുകൊണ്ടാണ് നമുക്ക് നൺ എന്നുള്ള വാല്യൂ കിട്ടുന്നത്. കാരണം ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ആ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് നൺ എന്നുള്ള വാല്യൂ കിട്ടുന്നത്.
ഫംഗ്ഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ഈ പ്രിൻറ്റിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി നമുക്ക് ഡിക്ഷണറിയിലോട്ട് വരാം. ഡിക്ഷണറി പറഞ്ഞല്ലേ, ഡിക്ഷണറി എന്ന് പറയുന്നത് എന്താണ്? ഒരു കീ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ഐറ്റം ആണ്. ഓക്കെ, എങ്ങനെ ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം? നമുക്കറിയാം ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് അല്ലേ. ടപ്പിള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ, ഈ ബ്രാക്കറ്റാണ്. ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏത് ബ്രാക്കറ്റാ? കേർലി ബ്രാക്കറ്റ്സ് ആണ്. ഡിക്ഷണറിക്ക് യൂസ് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റ്സ് ആണ്. നമുക്ക് ആദ്യം ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സ്റ്റുഡൻറ്റ് ഏജ് എന്ന് പറഞ്ഞ് ഞാനൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുവാണ്. സ്റ്റുഡൻറ്റ് ഏജ് ഈക്വൽ ടു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൊടുക്കുവാണ്. ഇതെന്താണ്? ഇതാണ് ഒരു കീ. ഓരോ കീക്കും ഓരോ വാല്യൂസ് ഉണ്ടാവും. ഇതാണ് ഇവിടുത്തെ കീ. ഇനി ഓരോ കീ ആൻഡ് വാല്യൂ വിൽ ബി സെപ്പറേറ്റഡ് ബൈ എ കോളൻ. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്താണ്? സ്റ്റുഡൻറ്റിൻ്റെ ഏജ് 20. ഇത് മൊത്തത്തിൽ എന്താണ്? ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, ഈ അനു എന്ന് പറയുന്ന സ്ട്രിങ്ങും അതുപോലെ 20 എന്ന് പറയുന്ന വാല്യൂ. അനു ഈസ് എ കീ ആൻഡ് 20 ഈസ് എ വാല്യൂ ഓഫ് ദറ്റ് കീ. അത് മൊത്തത്തിൽ എന്താണ്? ഒരു എലമെൻ്റ് ആണ്. ഇനി അടുത്ത എലമെൻറ്റിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഒരു കോമ കൊടുക്കണം. ഈച്ച് എലമെൻറ്റ് ഇസ് സെപ്പറേറ്റഡ് ബൈ എ കോമ. അടുത്ത കീ. ഓക്കെ, 23. അടുത്ത വാല്യൂ. അതിൻ്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഡിക്ഷണറിയെ എങ്ങനെ ആക്സസ് ചെയ്യാം? നമ്മൾ പറഞ്ഞല്ലേ, ലിസ്റ്റിലും ടപ്പിളിലും എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇവിടെ എന്ത് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യുന്നത്? കീ യൂസ് ചെയ്തിട്ടാണ് ഓരോ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, കീ യൂസ് ചെയ്തിട്ടാണ് ആക്സസ് ചെയ്യുന്നത്. ഇതിൽ 20 എന്നുള്ള വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ കീ കൊടുക്കണം. പ്രിൻറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ഡിക്ഷണറിയുടെ പേര് സ്റ്റുഡൻറ്റ് ഏജ്. ഓക്കെ, പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് ഏജ്. ദെൻ എപ്പോഴും ഇത് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേർലി ബ്രാക്കറ്റ് ആണെങ്കിലും നമ്മൾ ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്ക്വയർ ബ്രാക്കറ്റ്സ് ആയിരിക്കും. അത് ലിസ്റ്റ് ആണെങ്കിലും ശരി, ടപ്പിൾ ആണെങ്കിലും ശരി, ഡിക്ഷണറി ആണെങ്കിലും ശരി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആ വാല്യൂ കൊടുക്കണം. റൺ ചെയ്ത് നോക്കാം. കിട്ടിയല്ലേ? അനുവിൻ്റെ ഏജ് എത്രയാണ്? 20 ആണ്. അപ്പം ഇങ്ങനെയാണ് ഓരോ വാല്യൂ ആക്സസ് ചെയ്യുന്നത് ഡിക്ഷണറിയിൽ. എന്ത് യൂസ് ചെയ്തിട്ടാണ്? കീ യൂസ് ചെയ്തിട്ട്. ലിസ്റ്റിലും ടപ്പിളിലും എന്ത് യൂസ് ചെയ്തിട്ടാണ്? അടുത്ത വാല്യൂ ഒന്ന് ചെയ്ത് നോക്കാം. 21. ഓക്കെ, ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു എന്താണ്, ഇനി നമുക്ക് മ്യൂട്ടബിൾ, അതായത് ഡിക്ഷണറിയെ പറ്റി പറയാം. ഡിക്ഷണറിയെ പറ്റി പറയുമ്പോൾ ഡിക്ഷണറി മ്യൂട്ടബിൾ ആണ്. ഡിക്ഷണറി എന്താണ്? ലിസ്റ്റ് പോലെ തന്നെ മ്യൂട്ടബിൾ ആണ്. ഡിക്ഷണറിയിലോട്ട് പിന്നീട് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം നമ്മൾ ലിസ്റ്റിലാണെങ്കിൽ എങ്ങനെയായിരുന്നു ആഡ് ചെയ്തുകൊണ്ടിരുന്നത്? അപ്പൻഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലേ. ഇവിടെ അപ്പൻഡ് യൂസ് ചെയ്താൽ പറ്റുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൻഡ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് ഏജ് ഡോട്ട് അപ്പൻഡ് വാല്യൂ ഒരു എന്താണ് 24 കൊടുക്കുവാണ്. ഓക്കെ, ഇനി ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് സ്റ്റുഡൻറ്റ് ഏജ്. ഓക്കെ, എറർ ആണല്ലേ വന്നത്. അപ്പം എന്ത് മനസ്സിലായി? ഇവിടെ അപ്പൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാം? ഇതിലോട്ട് പുതിയൊരു കീ ആഡ് ചെയ്ത് കൊടുക്കാം. പുതിയൊരു കീ തന്നെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. അതായത് ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുവാണ്. അപ്പൻഡിന് പകരം ഞാനിവിടെ ഇപ്പം കീ കൊടുക്കുവാണേ.
ഒരു പുതിയ കീ എനിക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, രോഹിത് എന്നുള്ള കീ ആഡ് ചെയ്യണം. ഓക്കെ, ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എത്ര ആവണം? ഒരു 22. ഇനി ഞാനിത് പ്രിന്റ് ചെയ്ത് നോക്കാം. സ്റ്റുഡൻറ്റ് ഏജ് ഇത് ക്ലിയർ ചെയ്യാം. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, രോഹിത് എന്നുള്ള കീയും അതിൻ്റെ വാല്യൂ ഈ ഡിക്ഷണറിയിലോട്ട് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പുതിയൊരു വാല്യൂസ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ കീ യൂസ് ചെയ്തിട്ട് വാല്യൂ എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. അപർണ 21. ഇത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. വന്നല്ലേ, ആ വാല്യൂ ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് വേറൊരു എന്താണ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്റ്റുഡൻറ്റ് ഏജ് ഡോട്ട് സെറ്റ് ഐറ്റം. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. സ്റ്റുഡൻറ്റ് ഏജ്, അതായത് നമ്മുടെ ഡിക്ഷണറിയുടെ പേര് നെയിം ഡോട്ട് സെറ്റ് ഐറ്റം എന്നുള്ളൊരു ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കീയും വാല്യൂയും കൊടുക്കണം. ഓക്കെ, എന്താണ് ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യുക, വാല്യൂ കൊടുക്കുക. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ്, നമ്മൾ പ്രിന്റ് ചെയ്തില്ലല്ലേ, പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഇപ്പം ആഡ് ആയിട്ടുണ്ടാവും, ഇനി അത് പ്രിന്റ് ചെയ്യണം. സ്റ്റുഡൻറ്റ് ഏജ്, ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം, ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ആ ഡിക്ഷണറിയുടെ നെയിം ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് കീ കൊടുത്തിട്ട് നമുക്ക് വാല്യൂ ഡയറക്റ്റായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സെറ്റ് ഐറ്റം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഒരെണ്ണം കൂടെ അങ്ങനെ ചെയ്ത് നോക്കാം. സ്റ്റുഡൻറ്റ് ഏജ് ഡോട്ട് ഓക്കെ ഓക്കെ രാഹുൽ വെയിറ്റ് മെത്തേഡാണ് കൊടുക്കേണ്ടത്. ഡോട്ട് സെറ്റ് ഐറ്റം ദെൻ ബ്രാക്കറ്റിനകത്ത് എന്ത് കൊടുക്കണം, കീ ആൻഡ് വാല്യൂ, കോമ 34. ഇതെന്താണ്, സ്ട്രിങ് ആണല്ലേ, അപ്പം കോട്ടിനകത്ത് കൊടുക്കണം. ഇനി എന്ത് ചെയ്യണം, പ്രിന്റ് സ്റ്റുഡൻറ്റ് ഏജ്, നമുക്ക് അതും കൂടെ ആഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇനിയിപ്പം ഞാൻ എന്താണ് ഇവിടെ അപർണ എന്നുള്ളത് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ, അപർണ എന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടെ എന്താണ് അപർണ എന്നുള്ളതിൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുവാണേ. ഇപ്പം അപർണ എന്നുള്ള വാല്യൂ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഓൾറെഡി 21 ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അപർണയുടെ വാല്യൂ ഒന്ന് മാറ്റി അപർണയുടെ ഏജിൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പം എന്ത് സംഭവിക്കും നോക്കാം, അതായത് ഒരു കീക്ക് 2 വാല്യൂ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. സ്റ്റുഡൻറ്റ് ഏജ് മറ്റേ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ക്യാപ്സ് പറഞ്ഞ എന്ത് ചെയ്യാം, വാല്യൂ എത്ര 25 കൊടുക്കാം. കോട്ട് യൂസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം, എന്നാലേ മനസ്സിലാവും. റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിച്ചേ. വെയിറ്റ്, ഇതിന് ശേഷം പ്രിന്റ് ചെയ്ത് നോക്കാം.
ഓക്കെ, ഈ 3 ഔട്ട്പുട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആദ്യത്തെ കേസിൽ അപർണയുടെ ഏജ് 21 ആണ്. പിന്നീട് ഞാനത് 25 അപ്ഡേറ്റ് ചെയ്തപ്പോൾ 2 അപർണ വന്നോ? ഇല്ല. ആദ്യത്തെ അപർണ തന്നെ അപ്ഡേറ്റ് ആയിട്ട് 25 മാറുകയാണ് ചെയ്തത് അല്ലേ? ആദ്യത്തെ അപർണയുടെ ഏജ് 21 ആയിരുന്നു, പിന്നീട് അപർണയുടെ ഏജ് എന്തായി മാറി? 25 ആയി മാറി. സോ ഒരിക്കലും എന്തുണ്ടാവില്ല, ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഉണ്ടാവില്ല. ഒരു കീ, ഓക്കെ, ഒരു നെയിമിൽ ഒരു കീ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു കീ, ഒരു എന്താണ്, സെയിം റിപ്പീറ്റഡ് ആയിട്ട് കീസ് ഒരിക്കലും വരില്ല ഡിക്ഷണറിയിൽ. ഒരു കീക്ക് ഒരു വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരേ കീക്ക് 2 വാല്യൂ ഒരിക്കലും പോസിബിൾ അല്ല. സോ നമ്മൾ ഒരേ കീ തന്നെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആദ്യമുള്ള വാല്യൂ മാറി നമ്മൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്ന വാല്യൂസ് വരികയാണ് ചെയ്യുന്നത്. 2 കീസ് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിക്ഷണറിയിലുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ്. ഡിക്ഷണറി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? നമുക്ക് ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. ഏജ് ലിസ്റ്റ് എന്നൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നത്? സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ കീ കൊടുക്കുന്നു, ദെൻ എന്താണ് 20, then again next key, ഓക്കെ, നമ്മളൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്തു അല്ലേ? അപ്പം എന്താണ് ഈ ഡിക്ഷണറിയിലോട്ട് എങ്ങനെ വാല്യൂസ് ആഡ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചല്ലേ? എങ്ങനെ ഒരു വാല്യൂ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? എന്താണ് ഏജ് പ്രിന്റ്, ഒരു വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രിന്റ് ഏജ് ലിസ്റ്റ്, ദെൻ കീ ആണല്ലേ കൊടുക്കുന്നത്, കീ വെച്ചാണ് ആക്സസ് ചെയ്യുന്നത്. രാധ, നമുക്ക് എന്ത് കിട്ടുന്നു? ആ വാല്യൂ പ്രിന്റായി കിട്ടുന്നു. എന്താ സംഭവിച്ചത്? വാട്ട്സ് റോങ്? ഓക്കെ, ദിസ് ഷുഡ് ബി ഇൻസൈഡ്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓ, എന്താണ് എറർ വന്നത്? ഏജ് ലിസ്റ്റ്, ഓക്കെ, ഡിക്ഷണറി. ഓ മൈ ഗാഡ്, ഐ എം സോറി. ഡിക്ഷണറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കേർലി ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണല്ലേ. ഇവിടെ ഞാൻ എന്താ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്? ലിസ്റ്റ്. സോറി, ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് ബ്രാക്കറ്റ്സ് ആണ്? കേർലി ബ്രാക്കറ്റ്സ് ആണ്. ഓക്കെ, ഇതുപോലെ നിങ്ങളോടും മാറിപ്പോകരുത്. അപ്പം ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കേർലി ബ്രാക്കറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്ന് ആക്സസ് ചെയ്യാൻ പഠിച്ചു. ഒരു എലമെൻ്റ് എങ്ങനെ പ്രിന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വാല്യൂ എങ്ങനെ പ്രിന്റ് ചെയ്യാം, കീ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പഠിച്ചു. ഇനി എനിക്ക് അവസാനത്തെ എലമെൻറ്റ് റിമൂവ് ചെയ്യണം. എങ്ങനെ റിമൂവ് ചെയ്യാം അവസാനത്തെ എലമെൻറ്റ്? അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പോപ്പ് ഐറ്റം. ഓക്കെ, പ്രിന്റ് എന്താണ്? പോപ്പ് ഐറ്റം. ഏജ് ലിസ്റ്റ് ഡോട്ട് പോപ്പ് ഐറ്റം. സോറി, പോപ്പ് ഐറ്റം ഇസ് എ ഫങ്ഷൻ. ഓക്കെ, ദെൻ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ഏജ് ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഏജ് ലിസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ സംഭവിച്ചത്? അവസാനത്തെ എലമെന്റ് അങ്ങോട്ട് റിമൂവ് ആയിപ്പോയി. രാധ എന്നുള്ള ദാറ്റ് കീ വാല്യൂ പെയർ എന്തായിപ്പോയി? റിമൂവ് ആയിപ്പോയി അല്ലേ? അപ്പം എങ്ങനെയാണ് അവസാനത്തെ എലമെന്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ദാറ്റ് ഡിക്ഷണറി ഡോട്ട്
പോപ്പ് ഐറ്റം. ഇനി അടുത്ത ഒന്നും കൂടെ പോപ്പ് ഐറ്റം ചെയ്യുവാണ്. ഓക്കെ, ഏജ് ലിസ്റ്റ് അഗെയിൻ ഞാനൊന്ന് പോപ്പ് ഐറ്റം ചെയ്യുക. ഏജ് ലിസ്റ്റ് ഡോട്ട് പോപ്പ് ഐറ്റം. ഇപ്പം എന്ത് സംഭവിക്കും? പ്രിന്റ് ചെയ്യണം അല്ലേ? പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഏജ് ലിസ്റ്റ്. അടുത്തൊരു വാല്യൂയും കൂടെ റിമൂവ് ആയിപ്പോയി. അപ്പോൾ എവിടെയുള്ള വാല്യൂസ് ആണ് റിമൂവ് ആയി പോകുന്നത്? എൻഡിലുള്ള വാല്യൂസ് ആണ് റിമൂവ് ആയി പോകുന്നത്. ഇനി എനിക്ക് എന്ത് വേണം? ഒരു സ്പെസിഫിക് വാല്യൂ പോപ്പ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പെസിഫിക് വാല്യൂ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പാണ്. പോപ്പ് ഐറ്റം അല്ല, പോപ്പ്. ഓക്കെ, ഏജ് ലിസ്റ്റ്. ദെൻ എന്ത് ചെയ്യണം? ഏജ് ലിസ്റ്റ് ഡോട്ട് പോപ്പ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആ കീ ഉണ്ടല്ലോ, കീയുടെ നെയിം കൊടുക്കണം. ഓക്കെ, ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് രാധ വേണ്ട, ഞാൻ ഫസ്റ്റിലുള്ള റിമൂവ് ചെയ്യുവാണ്. ഓക്കെ, ഫസ്റ്റിലുള്ളത് ഏതാ? അനു. അപ്പം അനുവിൻ്റെ എനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ പോപ്പ് ഐറ്റം ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തേത് റിമൂവ് ആയി പോകും. പോപ്പ് യൂസ് ചെയ്ത് കീ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഐറ്റം റിമൂവ് ആയി പോകും. ഇനി അത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഏജ് ലിസ്റ്റ്. ഇതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ദെൻ റൺ ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചേ? രാധ റിമൂവ് ആയി പോയി. ദെൻ ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? അതായത് ഞാനിപ്പോൾ ഓൾറെഡി പോപ്പ് ഐറ്റം കൊടുത്തു, രാധ റിമൂവ് ആയി. പോപ്പ് ഐറ്റം കൊടുത്തു, അബി റിമൂവ് ആയി. ഇപ്പം ഞാൻ പോപ്പും കൂടെ കൊടുത്തപ്പോൾ അനുവും കൂടെ റിമൂവ് ആയി. അതുകൊണ്ടാണ് ഇവിടെ എം ടി ഡിക്ഷണറി. ഞാൻ ഇടയ്ക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ലിസ്റ്റ് അല്ല, ഡിക്ഷണറിയാണ്. അതുകൊണ്ടാണ് ഇവിടെ എം ടി ഡിക്ഷണറി ആയിട്ടുള്ളത്. ഇപ്പം ഞാൻ ഈ രണ്ട് ഇതും അങ്ങ് റിമൂവ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാനങ്ങ് റിമൂവ് ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് മനസ്സിലാവും. അപ്പം ഞാൻ ഏതാ പോപ്പ് ചെയ്യുന്നത്? അനു മാത്രമാണ് പോപ്പ് ചെയ്യുന്നത്. ഇപ്പം അനു എന്നുള്ള വാല്യൂ മാത്രമാണ്, അനുയുടെ വാല്യൂ മാത്രമാണ് കളയുന്നത്. അപ്പം ബാക്കി രണ്ടും നമുക്ക് പ്രിൻ്റായി കിട്ടും അല്ലേ? അബിയും രാധയും പ്രിൻ്റായി കിട്ടും. ഇനിയാണ് അപ്പോൾ സ്പെസിഫിക് വാല്യൂ റിമൂവ് ചെയ്യാൻ വേണ്ടി പോപ്പ് യൂസ് ചെയ്യുന്നു. ഇനി എനിക്ക് ഈ ഡിക്ഷണറി, ഓക്കെ, ഈ ഒരു ഡിക്ഷണറിയുടെ കോപ്പി എടുക്കണം എനിക്ക്. ഓക്കെ, എനിക്ക് ഒറിജിനൽ ഡിക്ഷണറി അതുപോലെ തന്നെ, ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ഡിക്ഷണറി അതുപോലെ തന്നെ വെച്ചിട്ട് കോപ്പി യൂസ് ചെയ്ത് കോപ്പിയിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ നമ്മളൊരു കോപ്പി എടുത്ത് വെക്കും. അപ്പോൾ എങ്ങനെ കോപ്പി എടുത്ത് വെക്കാം? ഓക്കെ, നമുക്കൊരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഏജ് ലിസ്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഏജ് ലിസ്റ്റ് കോപ്പി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഏജ് ലിസ്റ്റിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പം ഈ ലിസ്റ്റ് എന്നുള്ളത് നമുക്കൊന്ന് മാറ്റും. കാരണം ഈ ലിസ്റ്റ് എന്നുള്ള പേര് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ലിസ്റ്റായിട്ട് പറഞ്ഞു പോകും. ഏജിൻ്റെ കോപ്പി കൊടുക്കാം. ഓക്കെ, ഏജിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ദാറ്റ് ഡിക്ഷണറി നെയിം, ഓക്കെ, ദെൻ കോപ്പി ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത്. പ്രിന്റ് ചെയ്ത് നോക്കാം. ഏജ് പ്രിന്റ് ചെയ്യണം അല്ലേ? പ്രിന്റ് ഏജ്. ഇവിടെ അതുപോലെ കോപ്പി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, പ്രിന്റ് ഏജ്. ഇവിടെ കോപ്പി ക്രിയേറ്റ് ആയിരിക്കുന്നത്, വെയിറ്റ് എ സെക്കൻഡ്, ഇവിടെ കോപ്പി ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്ത് കോപ്പിയാണ് ക്രിയേറ്റ് ആയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അനു റിമൂവ് ആയിട്ടുള്ള കോപ്പിയാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? അനുവിനെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലേ. ഇപ്പം അതായത് അനുവിനെ ഞാൻ റിമൂവ് ചെയ്തു. അപ്പം ഇപ്പോഴത്തെ ഏജ് ഏതാണ്? അനു റിമൂവ് ആയിട്ടുള്ളത്. അതായത് അബിയും രാധയും മാത്രം ഉള്ളതാണ് ഇപ്പോഴത്തെ ഡിക്ഷണറി. സോ ആ ഡിക്ഷണറിയുടെ കോപ്പിയാണ് ഇവിടെ പ്രിന്റ് ആയിട്ടുള്ളത്. കാരണം പോപ്പ് ചെയ്തതോടുകൂടെ അത് അപ്ഡേറ്റ് ആയി, ഡിക്ഷണറി അപ്ഡേറ്റ് ആയി. ഇപ്പം ഞാൻ എന്ത് ചെയ്തേക്കുക? അതിൻ്റെയാണ് കോപ്പി എടുത്തേക്കുന്നത്. സോ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ കോപ്പി കിട്ടും. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.
ഓക്കെ, ഇപ്പോൾ വന്നല്ലേ. നേരത്തെ എന്താ സംഭവിച്ചു, ഞാൻ ആ പോപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ അനുയുടെ വാല്യൂ അവിടെ നിന്ന് പോയിട്ടുണ്ട്. സോ ആ ഡിക്ഷണറി അപ്ഡേറ്റ് ആയി. അപ്പം വീണ്ടും അടുത്ത കോപ്പി എടുത്തപ്പോൾ ആ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിക്ഷണറിയുടെ കോപ്പിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത്, എനിക്ക് ഈ ഡിക്ഷണറി മുഴുവൻ ക്ലിയർ ചെയ്യണം. ഓക്കെ, ഈ ഡിക്ഷണറി മുഴുവൻ എനിക്ക് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പം എന്ത് ചെയ്യാം, അതിന് യൂസ് ചെയ്യുന്നതാണ് ക്ലിയർ. ഡിക്ഷണറിയുടെ നെയിം, ദെൻ ക്ലിയർ, ദെൻ പ്രിന്റ് ഈച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഔട്ട്പുട്ട് എം ടി ആയിട്ടുള്ള ഒരു ഡിക്ഷണറി കിട്ടി അല്ലേ. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ക്ലിയർ എന്നുള്ള ഫങ്ഷൻ. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാം, എനിക്ക് ഈ ഡിക്ഷണറിയിലുള്ള വാല്യൂസ് മാത്രം പ്രിൻ്റ് ആയി കിട്ടണം. വാല്യൂസ് മാത്രം, കീസ് വേണ്ട, വാല്യൂസ് മാത്രം. അപ്പോൾ എന്ത് യൂസ് ചെയ്യണം, പ്രിൻ്റ്, ഇതൊക്കെ കളയാം, പ്രിൻ്റ് വാല്യൂസ് മാത്രമാണല്ലേ. അപ്പം പ്രിൻ്റ് ഏജ് ഡോട്ട്, അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഏതാ, വാല്യൂസ് ഫങ്ഷൻ. വാല്യൂസ്, ദെൻ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിക്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്, വാല്യൂസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. വാല്യൂസ് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്താണ്, നമ്മൾ പോപ്പ് ചെയ്തു അല്ലേ, അതായത് നേരത്തെ എന്ത് ചെയ്തു, ഏജ് ഡോട്ട് എന്താണ്, പോപ്പ് ഐറ്റം, ഏജ് ഡോട്ട് പോപ്പ് ഐറ്റം ചെയ്തു. ഏജ് ഡോട്ട് പോപ്പ് ഐറ്റം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, അവസാനത്തെ എലിമെന്റ് റിമൂവ് ആയിപ്പോയി. ആ റിമൂവ് ആവുന്ന പോപ്പ് ഐറ്റം യൂസ് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യുന്ന ആ എലിമെന്റ് എനിക്ക് പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, പോപ്പ് ഐറ്റം യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന എലിമെന്റ് പ്രിന്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഏജ് ഡോട്ട് പോപ്പ് ഐറ്റം യൂസ് ചെയ്ത് റിമൂവ് ചെയ്യുന്ന ആ ഒരു എലിമെന്റിനെ നമ്മൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, പോപ്പ് ഐറ്റം എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഞാൻ ആരെ സ്റ്റോർ ചെയ്യും, ഏജ് ഡോട്ട് പോപ്പ് ഐറ്റത്തിന് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രിന്റ് പോപ്പ് ഐറ്റം. ഓക്കെ, നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചേ, അവസാനം റിമൂവ് ആവുന്നത് ഏതായിരുന്നു, രാധ 18 എന്നുള്ള കീ വാല്യൂ ആയിരുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്തു, പോപ്പ് ഐറ്റം എന്നുള്ളൊരു വേരിയബിളിലോട്ട് ആ ഏജ് ഡോട്ട് പോപ്പ് ഐറ്റത്തിനെ സ്റ്റോർ ചെയ്തു. എന്നിട്ട് ഞാൻ ആ പോപ്പ് ഐറ്റം പ്രിന്റ് ചെയ്തു. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ആ ഒരു റിമൂവ് ആയിട്ടുള്ള ആ ഒരു ഐറ്റം എന്തായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ടപ്പിളായിട്ട്. ഓക്കെ, ടപ്പിളായിട്ട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡിക്ഷണറിയിൽ നിന്ന് റിമൂവ് ആവുന്ന അവസാനത്തെ ആ എലമെന്റ് ഏതായിട്ട് സ്റ്റോറായി, ഏതായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ടപ്പിളായിട്ട്. ആ ഒരു കീയും വാല്യൂയും നമുക്ക് എന്തായിട്ടാണ് കിട്ടിയിട്ടുള്ള, ടപ്പിളായിട്ട്. കാരണം ബ്രാക്കറ്റ് ശ്രദ്ധിക്കുക. ഓക്കെ, 2 വാല്യൂസ് ആയിട്ട് ടപ്പിളായിട്ട്, ആ ഇടയ്ക്കുള്ള കോളൻ മാറി, എന്നിട്ട് അത് 2 വാല്യൂസ് ഉള്ളൊരു ടപ്പിളായിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് ടു എന്താണ് നേരത്തെ കാര്യം, നമ്മൾ വാല്യൂസിനെ പറ്റി പറഞ്ഞു. എന്താ, വാല്യൂസ് മാത്രം പ്രിന്റ് ചെയ്തല്ലേ, ഇനി എനിക്ക് കീസ് മാത്രം പ്രിന്റ് ചെയ്ത് കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഡിക്ഷണറിയുടെ നെയിം ഡോട്ട് വാല്യൂസ്. നേരത്തെ വാല്യൂസ് കിട്ടാൻ വേണ്ടി ഏജ് ഡോട്ട് വാല്യൂസ് യൂസ് ചെയ്തു. ഇനി കീസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ഏജ് ഡോട്ട് കീസ്. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഡിക്റ്റ് കീസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കിട്ടി, കീസ് മാത്രമുള്ള ഔട്ട്പുട്ട് കിട്ടി അല്ലേ. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ, ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഡിക്റ്റ് കീസ് മാത്രം ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം, കീസ് മാത്രം. ലൈക്ക് എന്താണ്, ഫോർ എങ്ങനെ ചെയ്യാം, ഐ ഇൻ ഏജ് ഡോട്ട് കീസ്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഏജ് ഡോട്ട് കീസ് എന്നുള്ള ആ കീസ് എന്നുള്ള ഏജ് ഡോട്ട് കീസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഔട്ട്പുട്ട് ഇതാണല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ഔട്ട്പുട്ടിൽ, അതായത് ഈ കിട്ടുന്ന ഏജ് ഡോട്ട് കീസിൽ ഈ കീസ് മാത്രം, അപ്പം നമുക്ക് കീസ് മാത്രമാണ് കിട്ടുന്നത്. ആ കീസിൽ മാത്രം ഐയുടെ വാല്യൂ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഐ വെച്ചിട്ട് ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്തിട്ട് അത് ഓരോന്നോരോന്നായി ലൂപ്പ് വെച്ച് പ്രിന്റ് ചെയ്യിക്കാം.
പ്രിൻ്റായി. ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഇൻ ഏജ് കീസ്, സോറി ഞാനിവിടെ ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ മറന്നുപോയി. എന്ത് സംഭവിച്ചു? നമുക്കത് ഓരോന്നോരോന്നായി താഴെ ലൂപ്പ് യൂസ് ചെയ്ത് ഇങ്ങനെ പ്രിൻ്റായി കിട്ടിയല്ലേ. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ വാല്യൂസ് പ്രിൻ്റ് ചെയ്തില്ല, അതുപോലെ വേണമെങ്കിൽ ഇതും ചെയ്യാം. അതായത് ഐയുടെ വാല്യൂ ഇതിലോട്ടാണ് പോകുന്നത്, ഇതിൽ ഓരോ വാല്യൂസ് ഏജ് ഡോട്ട് വാല്യൂസ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്ന? വാല്യൂസ് മാത്രം കിട്ടും അല്ലേ. ആ വാല്യൂസ്, അതായത് ലൂപ്പ് വേരിയബിൾ ആയിട്ടുള്ള ഐ ഓരോ വട്ടം ഐട്രേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂസ് എന്തായി മാറും? ഈ കിട്ടുന്ന ഓരോ വാല്യൂസ് ആയി മാറും. ഇനി ഇതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്ത് സംഭവിച്ചു? ഇതിലുള്ള വാല്യൂസ് മാത്രം പ്രിന്റ് ആയി കിട്ടി അല്ലേ. പിന്നെ നമുക്ക് എന്താണ്, പിന്നെ അടുത്ത ഫംഗ്ഷൻ ഏതാ? എല്ലാ ഫംഗ്ഷനും പറഞ്ഞു, അതായത് ക്ലിയർ പറഞ്ഞു, ദെൻ ക്ലിയർ ഏതൊക്കെ പറഞ്ഞു? പോപ്പ് ഐറ്റം പറഞ്ഞു, ദെൻ പോപ്പ് പറഞ്ഞു, ദെൻ കോപ്പി പറഞ്ഞു, ദെൻ ക്ലിയർ പറഞ്ഞു, ദെൻ വാല്യൂസ് എടുക്കുന്നത് പറഞ്ഞു, ദെൻ കീസ് എടുക്കുന്നത് പറഞ്ഞു. ഇനി ഏതാ വിട്ടുപോയെ? ഒരെണ്ണം കൂടെ ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് യെസ്, ഗെറ്റ്. ഗെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഒരു വാല്യൂ ആക്സസ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാറ്? പ്രിന്റ്, ഞാൻ ലിസ്റ്റ് അടക്കം ഡിക്ഷണറി അടക്കം നേരത്തെ കളഞ്ഞു. ഡിക്ഷണറി ഒന്നുകൂടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അനു 614, then $23. ഓക്കെ, അപ്പം നമ്മൾ നോർമലി ഇതിലുള്ളൊരു വാല്യൂ, അതായത് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെയാണ് വാല്യൂസ് എടുക്കുന്നത്? അതായത് പ്രിന്റ് ഏജ്. ഓക്കെ, ഏജ് എന്ന് പറഞ്ഞ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ, കാരണം ഡിക്ഷണറീസ് എന്ത് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യുന്ന? കീ ആണല്ലേ. അപ്പം ഇവിടെ പ്രിന്റ് ഏജ് എന്താണ്, അനു എന്ന് പറയുന്ന കീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് അനുവിൻ്റെ വാല്യൂ പ്രിന്റ് ആയി കിട്ടും അല്ലേ. ഓക്കെ, അനുവിൻ്റെ വാല്യൂ പ്രിന്റ് ആയി കിട്ടും അല്ലേ. ഇവിടെ ഇപ്പോൾ 14 പ്രിന്റ് ആയി കിട്ടിയിട്ടുണ്ട് ഔട്ട്പുട്ട്. ഓക്കെ, നോർമലി നമ്മളൊരു വാല്യൂ കിട്ടണമെങ്കിൽ പ്രിന്റ് ദാറ്റ് ഡിക്ഷണറിയുടെ നെയിം ആൻഡ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇൻഡെക്സിന് പകരം ലിസ്റ്റും ടപ്പിളും ആണെങ്കിൽ ഇൻഡെക്സ് കൊടുക്കും, ഡിക്ഷണറി ആണെങ്കിൽ കീ കൊടുക്കും. ഇങ്ങനെയാണ് നോർമലി ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഞാനിവിടെ ഈ ഡിക്ഷണറിക്ക് അകത്ത് ഇല്ലാത്തൊരു വാല്യൂ കൊടുക്കുന്നെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ രോഹിത്. ഈ ഒരു വാല്യൂ ഇതിനകത്ത്, ഈ ഒരു കീ ഇതിനകത്ത് ഇല്ല. സോ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക? ഓക്കെ, നാച്ചുറലി ഇറർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഇതിൽ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇറർ കിട്ടി. അപ്പം നമുക്ക് വേറൊരു ഗെറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് യൂസ് ചെയ്ത് എന്താണ്, ഗെറ്റ് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊന്ന് ഗെറ്റ് യൂസ് ചെയ്തൊന്ന് വാല്യൂ ആക്സസ് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇൻഡെക്സിന് പകരം കീ യൂസ് ചെയ്തിട്ട് ഒരു വാല്യൂ, അതായത് ഒരു കീയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ കീ യൂസ് ചെയ്ത് നമ്മൾ കൊടുത്തു. അതിന് പകരം നമുക്ക് ഗെറ്റ് യൂസ് ചെയ്തൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഡിക്ഷണറിയുടെ പേര്. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നതിന് പകരം ഗെറ്റ് യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഏജ് ഡോട്ട് ഗെറ്റ്, ഈ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യേണ്ടത്, സ്ക്വയർ ബ്രാക്കറ്റല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ കീ കൊടുക്കണം. ഇനി റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി ഔട്ട്പുട്ട്? 14 കിട്ടിയല്ലേ. ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി ഔട്ട്പുട്ട്? 14 കിട്ടി. അപ്പം ഗെറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ കീ യൂസ് ചെയ്തിട്ടാണെങ്കിൽ പ്രിന്റ് ഏജ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കീ കൊടുക്കണം. ഗെറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ പ്രിന്റ് ഏജ് ഡോട്ട് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? പാരന്തസിസിന് ഇൻസൈഡിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ആ ഒരു കീ കൊടുക്കേണ്ടത്. ഇതിൽ വരുന്ന വ്യത്യാസം, ഇനി ഞാൻ ഇതേ ഗെറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട്
എന്ത് ചെയ്യുന്നു, ഇതിലില്ലാത്തൊരു കീ പ്രിന്റ് ചെയ്യാൻ നോക്കുന്നു. നേരത്തെ എന്താ കിട്ടിയത്? എറർ അല്ലേ കിട്ടിയത്? കീ യൂസ് ചെയ്തപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കീ കൊടുത്തപ്പോൾ എറർ കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുക? ഇതിലില്ലാത്തൊരു കീ ഗെറ്റ് യൂസ് ചെയ്ത് ഏജ് ഡോട്ട് ഗെറ്റ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എനിക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടിയ? ആദ്യത്തത് 14 കിട്ടി, ഇപ്പോഴത്തത് നണ്ണും കിട്ടി. അതാണ് വ്യത്യാസം. ഗെറ്റ് യൂസ് ചെയ്താൽ ഒരിക്കലും നമുക്ക് എറർ വരത്തില്ല. അതായത് ഇല്ലാത്ത കീ യൂസ് ചെയ്താലും നമുക്ക് എന്ത് മാത്രമേ വരത്തുള്ളൂ? നണ്ണെന്ന് മാത്രമേ വരത്തുള്ളൂ, എറർ വരത്തില്ല. ഓക്കെ, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് ഒരു കീ വാല്യൂവിനെ ആക്സസ് ചെയ്യാനാണ് കീ യൂസ് ചെയ്തത്. പക്ഷേ ഗെറ്റ് ആകുമ്പം എന്ത് വരത്തില്ല? എറർ വരത്തില്ല, നൺ മാത്രമേ വരത്തുള്ളൂ. അപ്പം ഇത്രയും ഫങ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുമ്പം ഐറ്റത്തിനൊക്കെ പറ്റിയൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഏതൊക്കെയാണ്? പോപ്പ് ഐറ്റം, പോപ്പ്, ക്ലിയർ, കോപ്പി, വാല്യൂ, ഡോട്ട് കീ, ദെൻ ഗെറ്റ്. ഇത്രയും ഫങ്ഷൻസ് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് എന്ത് ചെയ്ത് നോക്കുക? ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അടുത്ത ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.